നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൈംഗികത എന്നത് മനുഷ്യ സഹജമായ ഒന്നാണ്. എന്നാൽ ഏതൊരു കാര്യവും പരിധി വിടുമ്പോഴാണ് അത് പ്രശ്നമായി മാറുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി അഥവാ ഹൈപ്പർ സെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ടാണ്. സമൂഹത്തിൽ എപ്പോഴും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന എന്നാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ ഒരു ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ സമൂഹം മോശക്കാരായി ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മാനസികമായ കാരണങ്ങൾ കൊണ്ടോ സംഭവിക്കുന്ന ഒന്നാണ്. എന്താണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷണങ്ങൾ? ഇതെങ്ങനെ തിരിച്ചറിയാം? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എന്താണ് ഹൈപ്പർ സെക്ഷുവാലിറ്റി? സാധാരണ ലൈംഗിക താല്പര്യവും അമിതാസക്തിയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. അതായത് വ്യക്തിപരമായ ജീവിതത്തെയോ ജോലിയെയോ ബന്ധങ്ങളെയോ ബാധിക്കുന്ന രീതിയിലുള്ള നിയന്ത്രിക്കാനാവാത്ത ചിന്തകളെയാണ് ഈ ഒരു ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ? ഇതിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണമെന്ന് പറയുന്നത് നിയന്ത്രിക്കാനാവാത്ത ചിന്തകളാണ്. എപ്പോഴും ലൈംഗികപരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അത് ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുക. അതായത് ഒരു കാര്യവും നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ഈ ഒരു കാര്യമായിരിക്കും ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത്. അത് പിന്നെ എല്ലാ ഹാബിറ്റ്സിനെ അതായത് സാധാ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്നു. ജോലി ചെയ്യാനോ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഉള്ള ഒരു ലക്ഷണമെന്ന് പറയുന്നതാണ് റിസ്ക് എടുത്തുള്ള പെരുമാറ്റമാണ്. അതായത് സ്വന്തം സുരക്ഷിതത്വമോ അല്ലെങ്കിൽ ആരോഗ്യമോ ഒന്നും നോക്കാതെ ഒരു പരിചയമില്ലാത്ത ആളുകളുമായിട്ട് ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു പ്രവണതയാണ്. പിന്നീടുള്ള ഒരു ലക്ഷണമെന്ന് പറയുന്നത് ഒഴിവാക്കാൻ കഴിയാത്ത ശീലമാണ്. ഇതിൽ നിന്ന് പിന്മാറണം എന്ന ആഗ്രഹമുണ്ട് എങ്കിലും അതിന് കഴിയാതെ വരുന്ന ഒരവസ്ഥ. എത്ര ആഗ്രഹിച്ചിട്ടും വീണ്ടും വീണ്ടും അത് അറിയാതെ ചെയ്തു പോകുന്നു. പിന്നീടുള്ള ഒരു ലക്ഷണമാണ് മനസമാധാനക്കുറവ്. ലൈംഗിക കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ പോലും താൽക്കാലിക ആശ്വാസം മാത്രം ലഭിക്കുകയും പിന്നീട് കുറ്റബോധമോ വിഷാദമോ അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. പിന്നീടുണ്ടാകുന്ന ഒരവസ്ഥയാണ് മറ്റ് വിനോദങ്ങളിൽ താല്പര്യം കുറയുക എന്നുള്ളത്. ചെയ്യുന്ന ജോലിയിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഹോബിയിലോ ഒന്നും ശ്രദ്ധ കിട്ടാത്ത ഒരവസ്ഥ. ഒരു കാര്യം നേരെ ചൊവ്വേ ചെയ്യാൻ സാധിക്കുകയില്ല. ചില ആളുകൾ നല്ല രീതിയിൽ പാട്ട് പാടും, മറ്റു ചിലർ നല്ല രീതിയിൽ ഡാൻസ് കളിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുമില്ല. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ? ഹോർമോൺ വ്യതിയാനങ്ങൾ, അതായത് സെറോട്ടോണിൻ പോലെയുള്ള രാസവസ്തുക്കളുടെ അളവിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. പിന്നീടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദമാണ്. കടുത്ത മാനസിക വിഷമം അല്ലെങ്കിൽ ഏകാന്തത മറികടക്കാൻ ചിലർ ഇതിനെ ഒരു മാർഗമായി കാണാറുണ്ട്. പിന്നീടുള്ള ഒരു കാരണമാണ് മനഃശാസ്ത്രപരമായ അവസ്ഥകൾ. ബൈപോളർ ഡിസോർഡർ പോലെയുള്ള ചില പ്രത്യേക മാനസിക അവസ്ഥകളുടെ ഭാഗമായിട്ടും ഇത് വരാം. പിന്നെ ഉള്ളൊരു കാരണമാണ് മുൻകാല അനുഭവങ്ങൾ. അതായത് കുട്ടിക്കാലത്തുണ്ടായ ദുരനുഭവങ്ങൾ പിൻകാലത്ത് ഇത്തരം പെരുമാറ്റങ്ങളിലേക്ക് നയിക്കാം. നമ്മളപ്പോൾ ഹൈപ്പർ സെക്ഷുവാലിറ്റിയുടെ ലക്ഷണങ്ങൾ, കാരണങ്ങൾ ഇത് രണ്ടിനെ കുറിച്ച് സംസാരിച്ചു. എന്നാൽ ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. ഇതിനെ ഒരു ഭ്രാന്തായി കാണാതെ ഒരു ആരോഗ്യ പ്രശ്നമായി കണ്ട് ഡോക്ടറെയോ അല്ലെങ്കിൽ കൗൺസിലറെയോ ഒക്കെ പോയി നിങ്ങൾ കാണുകയാണ് ചെയ്യേണ്ടത്. ഈ അവസ്ഥ അനുഭവിക്കുന്നവര് കൗൺസിലിങ്ങിലൂടെയും പിന്നെ ബിഹേവിയർ തെറാപ്പി ഇതിലൂടെയൊക്കെ ഈ ഒരു അവസ്ഥ നിയന്ത്രിക്കാൻ സാധിക്കും. ആരോഗ്യകരമായ ഒരു ലൈംഗിക ജീവിതം എല്ലാവരുടെയും അവകാശമാണ്. എന്നാൽ അത് നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തു പോകുമ്പോൾ സഹായം തേടാൻ ആരും മടിക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സോഷ്യൽ അവയർനെസ് മാത്രമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിന്റെ ഹെൽപ്പ് തേടുക തന്നെയാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക.
അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്